ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതവും ഗോവിന്ദും ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. വിനോദാണെങ്കിൽ അവിടെ ഇങ്ങനെ താഴെ ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് പറയുന്നുണ്ട്, അറിയാതെ സംഭവിച്ചതാ, അറിഞ്ഞുകൊണ്ടല്ല, ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യില്ല, എനിക്ക് അത്രയും ഇഷ്ടമാണ് അവളെ. ഗോവിന്ദേട്ട, എന്നെ വേണമെങ്കിൽ കൊന്നു, എനിക്കെന്നെ ജീവിക്കണ്ട, എന്നെ കൊന്നു ഗോവിന്ദേട്ട, എന്നെ കൊന്നോ എന്നിങ്ങനെ ഗോവിന്ദിൻ്റെ അടുത്ത് പറയാണ് കേട്ടോ. നമ്മുടെ വിനോദ് കരഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് വേഗം ഗീതു വിനോദനെ ഇങ്ങനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറയാണ് കേട്ടോ, ഇപ്പം നിനക്ക് സമാധാനം ആയില്ലടാ, നിന്നോട് ഞാൻ പറഞ്ഞതില്ല ഇങ്ങോട്ട് വരണ്ടാന്ന്. അപ്പോൾ ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ടായത് നീ ഇങ്ങനെ വന്നത് കൊണ്ടല്ലേ? എന്തിനാ നീ ഇങ്ങനെ എല്ലാവരുടെയും നിന്നും അടി കിട്ടി ചാവാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? വരുമ്പോഴേ പറഞ്ഞതല്ലേ വേണ്ട, ഇപ്പോൾ വന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞതല്ലേ. പ്രിയമോൾക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ, പ്രിയമോൾ പറഞ്ഞാൽ മാത്രമേ അത് എല്ലാവരും അംഗീകരിക്കുള്ളൂ. നീ ചെയ്തത് തെറ്റോ ശരിയോ അതെനിക്ക് അറിയില്ല, പക്ഷേ അത് പ്രിയമോൾക്ക് മാത്രമല്ലേ തെളിയിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഗീതു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ സമയം നമ്മുടെ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ രാധികാമ്മ വേഗം പോയി ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ എൻ്റെ മോൾക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഒന്നും പറയാനായിട്ടില്ല, സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും ഒരുപാട് സമയമെടുക്കും, കുഞ്ഞിൻ്റെ കാര്യം പേടിക്കാനില്ല, പക്ഷേ അമ്മയുടെ കാര്യമാണ് കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജ്, അതെല്ലാവർക്കും അറിയാലോ. ദൈവത്തിന് മാത്രമേ ഇനി രക്ഷിക്കാൻ സാധിക്കുള്ളൂ, എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ചാൽ മാത്രമേ പ്രിയമോളെ തിരിച്ചു കിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും നല്ലപോലെ ഞെട്ടലും ടെൻഷനും ഒക്കെ ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത് കേട്ടോ. പ്രിയമോളുടെ കാര്യം കുറച്ച് ക്രിട്ടിക്കലാണെന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യം സേഫ് തന്നെയാണ്. അത് കഴിഞ്ഞ് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ അടികൂടി നിൽക്കുന്ന നേരം പ്രാർത്ഥിക്കുമോ? ഇങ്ങനെ പ്രാർത്ഥിക്കൽ മാത്രമേ ഇനി ആകെ ഒരു മാർഗ്ഗമുള്ളൂ. ഞങ്ങൾ വേണ്ട വിധമൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് ഡോക്ടർമാരെയൊക്കെ കൊണ്ടുവന്നത് അത്രയ്ക്കും നല്ലപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ കുറവാണെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്നത്. ഞങ്ങളാൽ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കാൻ മാത്രമേ വഴിയുള്ളൂ, പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം ഗീതു ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ, വാക്കുകൾ കൊണ്ടുള്ള സ്നേഹം അത് പ്രവൃത്തിയിലും വേണം, അല്ലാതെ വെറുതെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രം അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഗോവിന്ദനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം ഗീതുവിന് ശരിക്കും സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ഗോവിന്ദ് ചെയ്തല്ലേ. ആ സമയത്ത് പ്രിയയുടെ കാര്യം മാത്രമാണ് നമ്മുടെ ഗോവിന്ദ് ആലോചിക്കുന്നത്. എന്തൊക്കെയോ ദേഷ്യത്തിൽ ഗീതുവിനെയും തള്ളി മാറ്റുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അതൊക്കെ ആലോചിക്കുമ്പോൾ ഗീതുവിന് ശരിക്കും നല്ലപോലെ സങ്കടമാവുകയാണ് ചെയ്യുന്നത്. ഗീതു അങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം ഗീതുവും രേഖയും അമ്പലത്തിലേക്ക് പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഈശ്വര, എല്ലാം ശരിയാവണേ, ഒന്നും വരുത്തല്ലേ, പ്രിയമോളുടെ ജീവനൊന്നും ആപത്ത് വരുത്തല്ലേ, കുഞ്ഞും പ്രിയമോളും സേഫായിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് പൊട്ടി കരഞ്ഞുകൊണ്ട് ഗീതു പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം അയ്യപ്പേട്ടനും ഗോവിന്ദും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, മോളെ ഇങ്ങനെ ഇത്രയ്ക്കും ഒന്നും പറയണ്ടായിരുന്നു മോനെ, കുഞ്ഞിന് നല്ലപോലെ വിഷമമായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ ആ സമയം പ്രിയയുടെ കാര്യം മാത്രമേ ആലോചിച്ചുള്ളൂ, എനിക്കെന്തോ ആ സമയത്ത് വിനോദിനെ കണ്ടപ്പോൾ കൈവിട്ടു പോയി, അപ്പോൾ ഞാൻ എന്തൊക്കെയോ അറിയാതെ പറഞ്ഞു പോയി, എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ കുറ്റബോധമായിട്ട് തോന്നുന്നുണ്ട്. സാരില്ല ഗീതു അല്ലേ, ഞാനത് പറഞ്ഞ് മനസ്സിലാക്കിക്കോളും, അവൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ എന്ത് പറഞ്ഞാലും അവൾക്കറിയാം അത് ആ ഒരു ദേഷ്യത്തിലാണ് പറയണതെന്നറിയാം, ഞാനതൊക്കെ പറഞ്ഞ് ശരിയാക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ.